സ്പിരിറ്റ് മാത്രമല്ലല്ലോ കൊണ്ടുവരുന്നത്. കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് വിഷമം കാണും. കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ്. ഹർഷ ഷുഗേഴ്സിൻ്റെ ചെയർപേഴ്സൻ്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ, MLA ബെൽഗാവി ഗ്രാമീൺ, മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെൻറ്, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ. 1 കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര. 1 കോടി ലിറ്റർ. റാഡിക്കോ NV ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരുദത്ത എന്ന അമിത് പാൽവേ. അതാണ് ചാരുദത്ത എന്ന അമിത് പാൽവേ. ആരാണ് ഈ ചാരുദത്ത എന്ന അമിത് പാൽവേ? നിലവിൽ മഹാരാഷ്ട്രയിലെ BJP മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്, BJPയുടെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്. കേരളത്തിലോട്ട് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനികളുടെ ഉടമകളുടെ വിശദാംശങ്ങളാണ് ഇവിടെ MP രാജേഷ്, എക്സൈസ് മന്ത്രി MP രാജേഷ് സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ആദ്യ കമ്പനികളിൽ ഒന്നിൻ്റെ ഉടമ കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ മന്ത്രിയാണ്. രണ്ടാമത്തെ കമ്പനിയുടെ ഉടമ മഹാരാഷ്ട്രയിലെ BJP മന്ത്രിയുടെ ഭർത്താവാണ്. സംസ്ഥാനത്ത് ഒരു ഡിസ്റ്റിലറി, സ്പിരിറ്റ് നിർമ്മാണത്തിന് വേണ്ടി ഒരു ഡിസ്റ്റിലറി പാലക്കാട് ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ കോൺഗ്രസും BJPയും നടത്തുന്ന സമരങ്ങളുടെ യഥാർത്ഥ കാരണമാണ് ഇവിടെ MP രാജേഷ് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ ബ്രൂവറി ഡിസ്റ്റിലറി വിവാദം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കാനായിരുന്നു ഭരണപക്ഷം തീരുമാനിച്ചിരുന്നത്. പക്ഷേ കക്കാനും നിൽക്കാനും അറിയാവുന്ന പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന് വ്യക്തമായി ഉറപ്പായതോടെ അത് ഉന്നയിക്കാതെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യമേ തന്നെ നിയമസഭാ സമ്മേളനം തുടക്കുന്നതിന് മുൻപേ തന്നെ മന്ത്രി MP രാജേഷും ഭരണപക്ഷത്തുള്ളവരും വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ഈ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുമെന്ന്. സഭയിൽ ഉന്നയിച്ചാൽ സഭയിൽ മറുപടി പറയാം, സഭാ സമ്മേളനം വരുമല്ലേ, സഭയിൽ മറുപടി പറയാമെന്നാണ് MP രാജേഷും ഭരണപക്ഷത്തെ MLA മാരും പറഞ്ഞിരുന്നത്. പക്ഷേ പ്രതിപക്ഷം ഈ കാര്യങ്ങളൊന്നും സഭയിൽ ഉന്നയിച്ചില്ല. അവസാനം എഴുതിക്കൊടുത്ത് മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. സഭയിൽ ഈ കാര്യം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചിരുന്നെങ്കിൽ അത് ചർച്ചയ്ക്കെടുത്തേനെ, ചർച്ചയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ പ്രതിപക്ഷം അവിടെ നിൽക്കത്തില്ലായിരുന്നു. അത്തരം കാര്യങ്ങളാണ്, അത്തരം വെളിപ്പെടുത്തലുകളാണ് ഇവിടെ MP രാജേഷ് നൽകുന്നത്. മാത്രമല്ല അഴിമതിയെക്കുറിച്ച് പറയുന്ന പ്രതിപക്ഷ നേതാവിനും എത്ര കിട്ടിയെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി വ്യക്തമായിട്ട് ഇതിൽ MP രാജേഷ് നൽകുന്നുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്. പ്രതിപക്ഷം സംസ്ഥാനത്ത് ഈ പദ്ധതിക്കെതിരായിട്ട്, പ്രതിപക്ഷവും BJPയും നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിക്കെതിരായിട്ട് എന്തിനാണ് സമരം ചെയ്യുന്നത് വ്യക്തമായ ഉദാഹരണ സഹിതം, തെളിവ് സഹിതം MP രാജേഷ് ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇനി അഴിമതിയുടെ കാര്യം. ആർക്കാണ് ഈ അഴിമതി എത്ര ശീലമുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ജനിതക സവിശേഷതയാണെന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ ഡൽഹി മദ്യനയ കേസിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഡൽഹി മദ്യനയ കേസിനെ കുറിച്ച് 2023 മെയ് 18 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയിലൊരു വാചകം ഞാൻ വായിക്കാം. ഡൽഹി മദ്യനയ കേസിനെ കുറിച്ചാണ്. Despite being an MLA of Shiromani Akali Dal, in March 2018, he got a significant chunk of liquor vents in Punjab when the Congress ruled the state. ആര്? ഒയാസിസിൻ്റെ ഈ ഉടമ, ഒയാസിസ് ഉടമ ശിരോമണി അകാലിദളിൻ്റെ MLA ആണ്. പക്ഷേ ശിരോമണി അകാലിദളിൻ്റെ MLA ആണെങ്കിലും he got a significant chunk of liquor vents in Punjab when the Congress ruled the state. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളതാണ്. ഒയാസിസിനെ ആരാണ് സഹായിച്ചതെന്നുള്ളതിന് കൂടുതൽ തെളിവാണെങ്കിൽ തരാം. മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒയാസിസിന് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത്. പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ
ലൈസൻസ് ലഭിക്കുന്നത് 2000-ലാണ്, 25 കൊല്ലം മുമ്പ് ഒയാസിസിന്. അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ വി ഡി സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന്. മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കാവുന്നതാണ്. ഹരിയാനയിലാണ് പിന്നൊരു പ്ലാന്റ് ഉള്ളത് ഒയാസിസിൻ്റെ. 2012-ലാണ് അതിന് അനുമതി കൊടുത്തത്. അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് നേതാവ്. അപ്പോൾ ഹരിയാനയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും 3 സ്ഥലത്തും ഇവരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ. അവിടെയാവാം, ഇവിടെ വരുമ്പോൾ അനുവദിക്കില്ല എന്നതാണ് അവസരവാദം, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിന്നെ 9.26 കോടി ലിറ്റർ മദ്യമാണ്, സ്പിരിറ്റാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയത്. 9.26 കോടി ലിറ്ററാണ്. ഈ സ്പിരിറ്റ് മുഴുവൻ പ്രധാനമായിട്ടും വരുന്നത് എവിടുന്ന? ഇത് വരുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മധ്യപ്രദേശിൽ നിന്ന് ഒയാസിസും സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. 43 കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത്. 43 കമ്പനികൾ. കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ്. അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം. ഹർഷ ഷുഗേഴ്സിൻ്റെ ചെയർപേഴ്സൻ്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ. ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യക്കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ? MLA ബെൽഗാവി ഗ്രാമീൺ, മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെൻറ്, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ. സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് ഉത്തമ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഇനി ഈ കമ്പനിയുടെ MDയുടെ പേര് ചന്നാരാജ് ബി ഹട്ടിഹോളി. എന്താണ് വെബ്സൈറ്റിൽ, കമ്പനി വെബ്സൈറ്റിൽ ഈ ചന്നരാജ് ബി ഹട്ടോളിയുടെ സ്ഥാനം MLC ബെൽഗാവി. MLA മറ്റേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല, അവരുടെ ഉപരിസഭയിൽ അംഗമാണ്. ഇനി തീർന്നില്ല, നമ്മുടെ പുതിയ MLA ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, നിയമസഭയിൽ വലിയ പ്രസംഗമൊക്കെ നടത്തിയതായിട്ട് കണ്ടു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. ഈ ലക്ഷ്മി ഹെബ്ബൽക്കറിൻ്റെ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. ആ ഡയറക്ടറുടെ പേര് മൃണാൾ ഹെബ്ബൽക്കർ. ഇനി ആരാണ് ഈ വിദ്വാൻ എന്നറിയണം. യൂത്ത് കോൺഗ്രസിൻ്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. വെബ്സൈറ്റിൽ വിവരമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഞാൻ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ സഹായിക്കുന്നതാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ പണ്ടാണെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുമായിരുന്നതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് MLC MDയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ശ്രീ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ? സ്പിരിറ്റ് മാത്രമല്ലല്ലോ കൊണ്ടുവരുന്നത്,
കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത്. അപ്പം അവർക്ക് കുറച്ച് വിഷമം കാണും. അതുകൊണ്ടാണ് അവരിത്ര ഹാലിളകിയ മട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രഹസ്യം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുമായിരുന്നതേ ഉള്ളൂ. 1 കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര. 1 കോടി ലിറ്റർ, 9.26 കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം വന്ന സ്പിരിറ്റ്. ഈ റാഡിക്കോ മഹാരാഷ്ട്രയെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്ത ഞാൻ പറയാം. പൊളിറ്റീഷ്യൻസ് ആൻഡ് ലിക്വർ എ യുണീക്ക് ബ്ലൻഡ് എന്ന തലക്കെട്ടിലാണ് വാർത്ത. അതിൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ മദ്യക്കമ്പനി ബന്ധങ്ങളുടെ വിശദാംശങ്ങളുണ്ട്. അതിൽ പറയുന്നു, റാഡിക്കോ NV ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരുദത്ത എന്ന അമിത് പാൽവെ. അതാണ് ചാരുദത്ത എന്ന അമിത് പാൽവെ. അദ്ദേഹം തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസുകാരോട് സമ്മതിച്ചിട്ടുണ്ട്. ആരാണ് ഈ ചാരുദത്ത എന്ന അമിത് പാൽവെ? നിലവിൽ മഹാരാഷ്ട്രയിലെ BJP മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ്. BJPക്കാർ പാവം കുറേ സ്ത്രീകളെ കൊണ്ട് കുടം ചുമന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിച്ചിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ചെലവ് ഇവരാരെങ്കിലും കൊടുത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പങ്കജ മുണ്ടെ മന്ത്രിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്, BJPയുടെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമന്ത് ബാലാസാഹേബ് പട്ടേൽ. 2019 കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിച്ച BJP നീക്കത്തിൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്ന MLA ആണ്. കോൺഗ്രസ് ആയിരുന്നു, കാലുമാറി BJP ആയി. അദ്ദേഹമാണ് അദാനി ഷുഗേഴ്സിൻ്റെ ചെയർമാൻ. കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി ഷുഗേഴ്സ്. ഈ ലിസ്റ്റ് മുഴുവൻ പറഞ്ഞില്ല, 43 എണ്ണത്തിൽ 3 എണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ പറഞ്ഞുള്ളൂ. ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ബാക്കി നിങ്ങൾക്ക് വിട്ടിരുന്നു. ഇത്രയൊക്കെ ക്ലൂ തന്നാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ. ഈ ലിസ്റ്റ് വന്നാൽ അറിയാം എന്താണ് ഈ കോൺഗ്രസും BJPയും കടന്ന് ഇത്ര വെപ്രാളപ്പെടുന്നതിൻ്റെ കാര്യമെന്ന് നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കട്ടെ.